ഉദ്ഘാടന ഭാഷണത്തിന്റെ സിറാജുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകളെ ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദ് അവർകൾ, വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മറ്റു പണ്ഡിതന്മാർ, ഈ വിശുദ്ധമായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഹബ്ബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ നാളെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഒരു കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതലായി പ്രസംഗിക്കുകയല്ല, ഒരുപാട് പരിപാടി, നല്ല ഇമ്പമാർന്ന ധാരാളം പരിപാടികൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നല്ല നല്ല മജ്‌ലിസുകൾ മുഅ്മിനീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, അത് മാത്രമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിജയത്തിന് കൂടുതൽ ഉപകാരപ്രദമായത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികളും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് ജീവിതം നയിച്ച സ്വഹാബാക്കളെല്ലാം ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഹദീസിന്റെ ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കൽ വന്നുകൊണ്ട് പലപ്പോഴും നാം കേട്ടതാണ് ചരിത്രം. നബിയെ, എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് ചോദിച്ച സന്ദർഭവും, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളതെന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിച്ച സമയത്ത്, ഞാൻ കൂടുതൽ നിസ്കരിക്കുകയോ നോമ്പനുഷ്ഠിക്കുകയോ ചെയ്ത ആളല്ലെങ്കിലും ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ സമയം അവിടുന്ന് പറഞ്ഞ മറുപടി, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് നാളെ ആഖിറത്തിൽ ആ വ്യക്തിയോടുകൂടെയായിരിക്കും നീ ഒരുമിച്ച് കൂടുക എന്നുള്ള ആ സന്തോഷകരമായ വാർത്ത അറിയിച്ചു കൊടുത്തപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞു, ഈ ഒരു ദിവസത്തിൽ മുസ്ലിമീങ്ങൾ സന്തോഷിച്ച രൂപത്തിൽ പിന്നീടൊരിക്കലും ആ സഹാബത്തുൽ കിറാം സന്തോഷിച്ചിട്ടില്ല എന്നവരെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്ത് വെക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അതുപോലെ വളരെ ഭംഗിയാർന്ന നിലക്ക് നമ്മുടെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള മൗലിദുകളും ഘോഷയാത്രകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സബബായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൂക്തത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.